പുഷ്പവൃഷ്ടിയാൽ എഴുന്നള്ളിക്കപ്പെടുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം വലിയ പള്ളി നടയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ആലവട്ടം വീശുന്നതിനൊപ്പം ഇതാ
നമ്മുടെ ഇടവകയുടെ പ്രധാന തിരുനാളായ മൂന്ന് തിരുനാളിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച ഈ വിശ്വാസി സമുച്ചയത്തെയും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെയും നമ്മുടെ പ്രാർത്ഥനാമതകൾ വൈതരണികളൊക്കെ അതിലംഘിക്കുവാനുള്ള ശക്തമായ ആത്മശക്തി ലഭിക്കുന്നത് പോലെ തോന്നുകയും വ്യക്തിപരമായി വിജയകനായി എനിക്ക് ദൈവാലയത്തിന്റെ തിരുമുറ്റത്ത് ഈ വർഷത്തെ മൂന്നുനോയമ്പ് തിരുനാളിന്റെ ഏറ്റവും പ്രധാന ദിനത്തിൽ വെളിനാടിന്റെ നാലതിരുകളും അഷ്ടദിക്കുകളും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യവർഗത്തിന്റെ സ്വർഗീയ വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയിലാണ് ഈ ദേവാലയത്തിന്റെ ആവർത്തിക്കപ്പെടുകയാണ്. വിശ്വാസ ചരിത്രങ്ങളാണ് പുനരുദ്ധരിക്കുകയാണ്. ഭക്തസാഗരത്തിലേക്ക് വിശ്വാസം ഇറങ്ങുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികൾ കലകളെ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം തുറന്ന് പ്രിയരെയും അനുഗ്രഹമായി രക്ഷിക്കുന്ന പുണ്യ നിമിഷങ്ങളുടെ ഭാഗമായിരിക്കാൻ കഴിഞ്ഞതിൽ പ്രിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ലോക ചരിത്രത്തെ ആദ്യമേലും ആവർത്തിച്ചുള്ളതുമായ മരുന്ന് നിക്ഷേപങ്ങളാൽ സമ്പന്നമായ ചരിത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചാൽ വിളിക്കുന്ന സഹോദരന്മാരുടെ മുത്തങ്ങളെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കലങ്ങളെ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുമാരൻ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ വായിച്ചു വരുന്ന നിമിഷത്തിൽ നമുക്ക് പങ്കാളികളാകാം.
നമ്മുടെ
ഇനിയുള്ള
ശ്ലീഹായുടെയും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ സക്രാരിയുള്ള മദ്ബഹായ്ക്ക് മുന്നിലേക്ക് ഇതാ ഒരിക്കൽ കൂടി 7-മതും 8-മതും 9-മതും കുമ്പിടലുകൾ നടക്കുന്ന പുണ്യമുഹൂർത്തങ്ങളാണ് കടന്നു വരിക. കപ്പലിന്റെ പ്രദക്ഷിണ വീതിയിലെ 3-ാം വട്ട കുമ്പിടൽ 3, പിന്നീട് 6, ഇപ്പോൾ ഇതാ 9 വട്ടങ്ങൾ കുമ്പിടുവാൻ പോവുകയാണ്. മദ്ബഹായ്ക്ക് അഭിമുഖമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരിക്കൽ കൂടി കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിതാ ദിവ്യകാരുണ്യനാഥന് വന്ദനം അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്ന സുന്ദരം നിമിഷങ്ങളിൽ മുത്തിയമ്മ പദമൂന്നിയ മണ്ണിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ മർത്തുമറിയാം ബസുൽത്ത യമ്മേ ദാലാഹ ബഹായ് ഹലാ
കർത്താവേ, കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒന്നാം വട്ടം ഒരിക്കൽ കൂടി ഈ വട്ട കുമ്പിടലിൽ തിരുനടയിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. 3 വട്ടമാണ്. അതായത് പ്രദക്ഷിണവേദി ആഗമനം നോക്കുമ്പോൾ 8ാം തവണ പരിശുദ്ധ സക്രാരിയിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ്. ഒരിക്കൽ കൂടി സുന്ദരമായ കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും. ഈ നിമിഷങ്ങളിൽ കാഴ്ചക്കാരല്ല നമ്മൾ. പ്രാർത്ഥനയുടെ വലിയ ഈണങ്ങൾ നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവണം. കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 9 കുമ്പിടലുകൾ പൂർത്തിയായിരിക്കുകയാണ്. നെറ്റിപ്പട്ടം കിട്ടിയ ഇതിലേക്ക് കുറവലങ്ങാടിന്റെ ചരിത്ര നിമിഷങ്ങൾ നമ്മെ എത്തിക്കുകയാണ്. അർത്ഥസമ്പുഷ്ടമായ ഉല്ലേഖനങ്ങൾ നിറഞ്ഞ ഈ കൽക്കുരിശ് ഉയർത്തിനാട്ടാൻ കഴിയാതെ വിഷമിച്ചു നിന്ന കുറവലങ്ങാടിന്റെ പൂർവികർക്ക് മുമ്പിൽ വൃദ്ധയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാനും കൂടാം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരൽ കൊണ്ട് തൊട്ടുയർത്തി നിർത്തിയിരിക്കുന്ന കൽക്കുരിശിന് മുമ്പിലാണ് ഗജവീരൻ തുമ്പിക്കൈ ഉയർത്തി വണങ്ങി കുരിശിനെ പ്രണമിച്ചത്. അന്നും ഇന്നും ഗജകേസരികളിലുള്ള മണ്ണക്കനാട് കാഞ്ഞിരക്കാട്ട് മനയിൽ നിന്ന് ഈ കുരിശുയർത്തി നാട്ടുന്നതിന് വേണ്ടി എത്തിയ ഗജവീരൻ തോറ്റുമടങ്ങേണ്ടി വന്നപ്പോഴും മാതൃസന്നിധിയിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചവർക്ക് മുമ്പിൽ മുത്തശ്ശിയുടെ രൂപത്തിൽ മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ഉയർത്തി നാട്ടിയ കൽക്കുരിശിന് മുമ്പിലാണ് ഗജവീരൻ താണു വണങ്ങി ദൈവത്തോടുള്ള കടപ്പാടും വിധേയത്വവും പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ലോക ചരിത്രത്തിൽ ആദ്യത്തതും ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളാൽ സമ്പന്നമായ ഈ പുണ്യഭൂമിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ, കുറവലങ്ങാട് മുത്തിയമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. അമ്മേ, കുറവലങ്ങാട് മുത്തിയമ്മേ, ഈശോയുടെ അമ്മേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന തിരുക്കുമാരിൽ നിന്ന് വാങ്ങി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോനായുടെ മാനസാന്തരവും നിനവയുടെ മാനസാന്തരവും, 2 മാനസാന്തരങ്ങളുടെ ദൈവവചനം പ്രഘോഷിക്കുന്ന 2 മാനസാന്തരങ്ങളുടെ നേർക്കാഴ്ചയാണ്, മാനസാന്തര അനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് കപ്പൽ പ്രദക്ഷിണത്തിലൂടെ 10,000-ങ്ങളായ വിശ്വാസി സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നടകളിറങ്ങി, കുരിശിൻ തൊട്ടിയിലേക്ക് ഇറങ്ങി പ്രദക്ഷിണ വഴിയിൽ നീങ്ങുന്ന കപ്പൽ എവിടെയോ ദിശ തെറ്റിപ്പോയോ എന്നൊരു സംശയം. സമുദ്രത്തിൽ, കടലിൽ തിരമാലകൾ ആർത്തുയരുന്നു. മല പോലുയരുന്ന തിരമാലകൾ, കടലിലാകെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. മരണഭയം കൊണ്ട് ആർത്തലയ്ക്കുന്ന ഒരുപറ്റം ജനതയുണ്ട്, ഒരുപറ്റം ജനമുണ്ട് കപ്പലിനുള്ളിൽ. ദിശയറിയാതെ കഷ്ടപ്പെടുന്ന, തണ്ടുവലിക്കാൻ കഷ്ടപ്പെടുന്ന കപ്പിത്താന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണിത്. ദൈവത്തോട് മറുതലിക്കുമ്പോൾ, ദൈവവചനത്തോട് മറുതലിക്കുമ്പോൾ എവിടെ നിന്നോ കാറ്റും കോളും ജീവിത രീതിയിൽ നമ്മെ അലട്ടുന്നു. കാറ്റിലും കോലിലും വിട്ട് ജീവിതം നഷ്ടമാകുന്നു എന്ന് തോന്നുമാറ് നാം നഷ്ടധൈര്യരാകുന്നു. പക്ഷെ ഒന്നേ വേണ്ടൂ, അത് ഈ പ്രദക്ഷിണ വഴിയിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിങ്കലേക്ക്.
മനസ്സും ഹൃദയവും ആത്മാവും ദൈവത്തിങ്കലേക്ക്. രാജാക്കന്മാരും ഭരണാധിപന്മാരും രാഷ്ട്ര നേതാക്കളും പ്രസ്ഥാനങ്ങളും ചവിട്ടിക്കൂട്ടുവാൻ, നശിപ്പിച്ചു കളയുവാൻ ആഗ്രഹിച്ച വിശ്വാസ ശക്തിയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ ശക്തി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അഭംഗുരം തുടരുന്ന വിശ്വാസത്തിന്റെ തീവ്രതയാർന്ന മുഖം, അതാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ ബലവും ശക്തിയും ശ്രേഷ്ഠതയും. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ദൈവം, ആ ദൈവത്തിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, കാതുകൾ ഉയർത്തുവാൻ, ഹൃദയം ഉയർത്തുവാൻ കഴിയാതെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദുരന്തമുഖങ്ങൾ ഇതാ ഈ പ്രദക്ഷിണ വഴിയിൽ, കപ്പൽ പ്രദക്ഷിണത്തിലൂടെ അനാവൃതമാകുന്നു. കുരിശിന്റെ തണലിൽ നിന്ന് വിശ്രമിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്ന് ഇതാ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കുരിശിലാണ് രക്ഷയെന്ന് നമ്മെ നേരനുഭവം സമ്മാനിക്കുന്ന, വലിയ പാഠം സമ്മാനിക്കുന്ന നേർക്കാഴ്ചയാണ് ഇതാ നമുക്ക് നൽകപ്പെടുക. പരിശുദ്ധ അമ്മ, കുറവരങ്ങാട് മുത്തിയമ്മ കൈവിരൽ തൊട്ട് ഉയർത്തി നാട്ടിൽ ഒറ്റക്കൽ കുരിശിന്റെ തറയിലാണ് കപ്പൽ വിശ്രമിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. അമ്മയുടെ പാദം പതിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് നോമ്പിന്റെ, ഉപവാസത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, അനുതാപത്തിന്റെ പാഠങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്നതിൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. കുരിശിൻ തൊട്ടിയിലേക്ക് കണ്ണുകൾ പായിച്ചാൽ കാണാൻ കഴിയുക കുരിശിൻ ചുവട്ടിൽ കുരിശിന്റെ തടലിൽ വിശ്രമിക്കുന്ന കപ്പലാ. നമുക്കും കുരിശിൽ അഭയം തേടാം, കുരിശിലെ രക്ഷ തേടാം. കുരിശിനോട് അഭയം തേടിക്കൊണ്ട് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാം. നമുക്ക് കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർത്തോമാ നസ്രാണി പാരമ്പര്യത്തിന്റെ വലിയ ഒരു ചാരുതയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് കുരിശിൻ തൊട്ടിയിൽ ദർശിക്കുവാൻ സാധിക്കുക. മാർത്തോമാ നസ്രാണികൾക്ക് കൽപ്പിച്ചു കിട്ടിയ രാജഭരണത്തിന് കീഴിൽ കൽപ്പിച്ചു കിട്ടിയ 71 അവകാശങ്ങളിൽ ഒന്നായിരുന്നു പരസ്യ പ്രദക്ഷിണം. ഈശോയുടെ പ്രതീകമായ സ്ലീവ മുദ്രണം ചെയ്ത കൊടി പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവസ്തുക്കളും തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുകളുമായി പാലികയ്ക്ക് കീഴിൽ വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്നും ഇറങ്ങി ദേവാലയത്തിൽ വലം വെച്ച് കൽക്കുരിശിൻ തൊട്ടിയിലെത്തി ഒന്നിച്ച് തിരിച്ച് ദേവാലയത്തിലേക്ക് എത്തുന്നതാണ് മാർത്തോമാ നസ്രാണികളുടെ പ്രദക്ഷിണ പാരമ്പര്യം. അതിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് കുരിശിൻ തൊട്ടിയിൽ നമുക്ക് ആസ്വദിക്കാനായി സാധിക്കുക. മുത്തിയമ്മയുടെ ജഡം പറ്റിയ ഗജവീരൻ വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി എത്തിയിരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആഴവാതിൽ സംഭവത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെ തിരിക്കാം. ഈ ദേവാലയത്തിന്റെ ആഴവാതിൽ തകർക്കുവാനായി വലിയൊരു ഗജവീരൻ കൊമ്പുകൊണ്ട് ആഞ്ഞുകുത്തിയപ്പോൾ കൊമ്പുടക്കി പോവുകയാണ് ഉണ്ടായത്. പള്ളിയകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വികാരിയത്തിൽ വന്ന് കൈതൊട്ടപ്പോൾ മാത്രമാണ് ഗജവീരന് മണിക്കൂറുകൾക്ക് ശേഷം കൊമ്പ് ഊരിയെടുക്കുവാൻ സാധിച്ചത്. പ്രസ്തുത സംഭവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ആലവായിൽ ചക്കര നേർച്ചയും. ചൊവ്വാഴ്ച തിരുനാളിന്റെ മധ്യദിനം ആലവായിൽ ചക്കര നേർച്ചയുടെ ദിനമാണ് കുറവലങ്ങാട് പള്ളിക്ക്. ഉദയരോഗത്തിനുള്ള സദനമായി നൂറ്റാണ്ടുകളായി പരമ്പരാഗത വിശ്വാസം കൈമാറി വരുന്ന ഒരു നേർച്ചയാണ് ആലവായിൽ ചക്കര നേർച്ച. കുരിശിൻ തൊട്ടിയിൽ, കുരിശിൻ ചുവട്ടിൽ, കുരിശിന്റെ പടവുകളിൽ വിശ്രമിച്ചിരുന്ന കപ്പലില ഒരിക്കൽ കൂടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് കാറ്റും കോളുമുണ്ടായി. ദൈവത്തിന്റെ കൽപ്പന നിഷേധിച്ച് ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിച്ച യോന താർശീശിലേക്കുള്ള കപ്പൽ കയറി ദൈവത്തോട് മറുതലിച്ചു. അപ്പോൾ ദൈവം തന്റെ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടി, യോനായുടെ മനസ്സിന്റെ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടി ഒരു സംഭവ വികാസം അവിടെ ധരിപ്പിച്ചു. ദൈവം കാറ്റും കൊടുങ്കാറ്റും കോളുമയച്ചു. കപ്പൽ ആദ്യം
ജനം ഭയപ്പെട്ടു. ദൈവപ്രീതി നഷ്ടപ്പെട്ട ആളോ ഈ കപ്പലിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഗതികിട്ടാതെ കപ്പൽ ആവിയുടയുന്നത്. ജീവനാശം സംഭവിക്കുമോ എന്ന് പേടിച്ച് ദൈവത്തോട് നിലവിളിക്കുന്ന ജനം കപ്പിത്താൻ കപ്പൽയാത്രക്കാരോട് പറയും, എല്ലാവരും തങ്ങളുടെ ദൈവത്തെ ക്ഷമിക്കുവിൻ. എല്ലാവരും നിലവിളിച്ച് ക്ഷമിക്കുവാൻ തുടങ്ങി. എന്നാൽ യോനയോ വിശ്രമിക്കുന്നത് കണ്ടു. അവനെ വിളിച്ചു നിർത്തി നാർക്കിട്ടു. നാർക്ക് യോനയ്ക്ക് വീണു. ഇതാ ദൈവത്തിന്റെ കൽപ്പന നിഷേധിച്ച യോനായുടെ സാന്നിധ്യത്തിൽ, ദൈവത്തോട് മറുപടിച്ച മനുഷ്യന്റെ സാന്നിധ്യത്തിൽ കപ്പലിന് സംഭവിക്കുന്ന ദുരവസ്ഥ ഇവിടെ പ്രത്യക്ഷീകരിക്കുകയാണ്. ആവിയുടെയാണ് കപ്പൽ. ഗതികിട്ടാതെ അടിത്തട്ടിൽ കടന്നു പോകുമോ എന്ന ഭയം കപ്പിത്താനും കപ്പലോടിക്കുന്നവർക്കും. ഇതാ ജീവിതത്തിന്റെ പ്രതീകമായി ദൈവനിഷേധം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ വ്യതിചലിപ്പിക്കും, നിഷേധിക്കും, നശിപ്പിക്കും, തകർക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങൾ. കടപ്പൂർ വിശ്വാസികളുടെ കരങ്ങളിലേറി യോനായുടെ സംഭവമിത ആവിഷ്കരിക്കപ്പെടുകയാണ്. ബൃഹത്തായ കപ്പലിത കൊടുങ്കാറ്റിൽപ്പെട്ട് ആടിയുലയുകയാണ്. 17 അടി നീളമുള്ള കപ്പലാണിത്. അടിത്തട്ടിന്റെ വീതി 5-9 പ്രതിമകളാണ് കപ്പലിലുള്ളത്. 2 പേർ സ്ത്രീകളാണ്, 3 പേർ കപ്പൽ ജോലിക്കാരാണ്. യൂണിഫോം ധരിച്ച 3 പേരിൽ ഒരാൾ കപ്പിത്താനും മറ്റൊരു യാത്രികർ ദൈവമേ രക്ഷിക്കണമേ എന്ന് നിലവിളിയുയരുന്നുണ്ട്. പ്രാണഭയത്താലുള്ള നിലവിളിയാണവ. കരയുന്ന അനേകം ആളുകൾ കപ്പലിലുണ്ട്. പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾ അനവധിയുണ്ട്. ഭയവും നൽകുന്നു വിനയസമന്നതരായി നാഥാഞങ്ങളിതാ കുരിശിനു വന്ദനവും സ്തുതിയും അടയ്ക്കുന്നു. കുരിശിൻ കിരണങ്ങൾ കുരിശിനു വന്ദനവും സ്തുതിയും അടയ്ക്കുന്നു. കുരിശുവന്ദന പ്രാർത്ഥനയോട് ചേർന്നിതാ യോന പ്രവാചകന്റെ തിരുസ്വരൂപം കപ്പലിൽ നിന്ന് നീക്കപ്പെടുകയാണ്. യോന പ്രവാചകനെ അതേപടി തനിയാവർത്തനം ചെയ്യുന്ന സുന്ദരമായ നിമിഷങ്ങൾ. എന്നെ എടുത്ത് എറിയുക എന്ന് പറഞ്ഞ യോന പ്രവാചകനെ നാവികരിത അഗാധമായ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശാന്തമായ കടൽ, ശാന്തമായ കടൽ. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാം, വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് കൂടി ഈ പ്രദക്ഷിണത്തിൽ എഴുന്നള്ളിക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് പാലികയ്ക്കു കീഴിൽ 18 വൈദികർ അടങ്ങുന്ന വൈദിക സംഘം വിവിധ തിരുശേഷിപ്പുകൾക്ക് ഒപ്പമായി വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പും കൽക്കുരിശിൻ തൊട്ടിയിൽ സംവഹിച്ചിരിക്കുകയാണ്. 1778 പാറേമാക്കൽ ഗവർണദോരച്ചന്റെയും കരിയാറ്റി മൽപ്പാന്റെയും റോമ യാത്രയാണ് കുറവിലങ്ങാട് ദേവാലയത്തിന് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് സമ്മാനിച്ചത്. ശാന്തമായ കടലിലൂടെ കപ്പലിത വലിയ പള്ളിയിലേക്ക് ശാന്തമായി യാത്ര ചെയ്യുകയാണ്. കാരണം സകല തിന്മകളിലും മുഴുകിയിരുന്ന നിനവേ നിവാസികൾ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുകയാണ്. പ്രസ്തുത ഓർമ്മയാണ് നാം ഈ 3 നോമ്പ് തിരുനാളിൽ പ്രത്യേകമായി അനുസ്മരിക്കുക. പൊൻവെള്ളി കുരിശുകളും സ്ലീവ മുദ്രണം ചെയ്തിരിക്കുന്ന കൊടികളും മുത്തുക്കുടകളും കഴക്കുടകളും ചുരുങ്ങുന്നതായി നമുക്ക് കാണാം. കുരിശിന്റെ ചുവട്ടിലായി മൊന്ത കെട്ടി തിരുവസ്ത്രങ്ങൾ അണിയിച്ച് അതിനെ അലങ്കരിക്കുക എന്നുള്ളത് മർത്തോമ നസ്രാണി പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പ്രദക്ഷിണത്തിൽ സംവഹിച്ചിരുന്ന
പരിശുദ്ധ അമ്മയുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപത്തിലും ആഭരണങ്ങൾ ചാർത്തിയിട്ടുണ്ട്. പരമ്പരാഗത ആഭരണങ്ങൾ മാർത്തോമാസ്ലിഹായുടെ സിംഹാസന ദേവാലയമെന്ന് പുരാതന ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവാലയമാണ് ഇത്. കുറവിലങ്ങാട് പള്ളി തൊട്ടു പിന്നിലായി മാർ ഔഗ്യൻ പുണ്യവാന്റെ തിരുസ്വരൂപം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസ പ്രസ്ഥാനത്തിന്റെ പൗരസ്ത്യ യാത്ര. ഈ 2025 വർഷം അമ്മയുടെ സന്നിധിയിലെത്തിയ 10,000 കുറവലങ്ങാടിന്റെ ഭാഗമായി പിന്നീട് ലോകമാകമാനം വളർന്നു പന്തലിച്ച കണിവേലി കുടുംബത്തിന്റെ വർത്തമാനകാല തലമുറ 3 നോമ്പ് തിരുനാളിന്റെ ചൊവ്വാഴ്ച ദിനത്തെ കാത്തിരുന്ന് തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിലുള്ള അഭിമാന ബോധത്തോടെയാണ് കുറവലങ്ങാട് പള്ളിയിലേക്ക് എത്തിച്ചേരുക. ഒരു തിരുസ്വരൂപത്തിന് 4 മുത്തുക്കുട അമ്മ ഉയർത്തിനാട്ടിയ ഒറ്റക്കൽ കുരിശ് നിൽക്കുന്ന കുരിശിൻ തൊട്ടിയിലൂടെയാണ് പ്രദക്ഷിണം വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. കാട്ടിലകപ്പെട്ട വൈദികന് ബാലികയുടെ രോഗശൈലായിരുന്ന അക്രൈസ്തവ യുവാവിന് മുമ്പിൽ വിശ്വാസം ഏറ്റുപറയുവാൻ നിർദ്ദേശിച്ച പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ബ്രിട്ടീഷ് ലൈബ്രറിയിലടക്കം എഴുതിച്ചേർത്തിരിക്കുന്നു എന്നത് ചരിത്രത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. ഒരേ താളത്തിൽ ചലിപ്പിക്കുന്നതോടുകൂടി യോനാ പ്രവാചകന്റെ നിനവേ യാത്രയുടെ ദീപ്തസ്മരണകളെ ഭക്തസഹസ്രങ്ങളിലേക്ക് സമ്മാനിക്കുന്ന കപ്പൽ പ്രദക്ഷിണം സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ 1 മണിക്കൂർ നീണ്ട പ്രദക്ഷിണം സമാപിപ്പിച്ചുകൊണ്ട് കടപ്പൂർ നിവാസികൾ കപ്പൽ ദേവാലയത്തിലേക്ക് തിരികെ പ്രതിഷ്ഠിക്കുകയാണ്. കപ്പലിന്റെ കൊടിമരം താഴ്ത്തി ദിവികാരുണ്യ നാഥന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് കപ്പലിതാ വലിയ പള്ളിയുടെ ആനവാതിലിലൂടെ പള്ളിയുടെ അകത്തേക്ക് തിരികെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുകയാണ്. ജനത്തിന് അഭിമുഖമായാണ് കപ്പൽ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പ്രതിഷ്ഠിക്കുന്നതും. പിതാവായി ദൈവത്തിന്റെ തിരുസ്വരൂപം കപ്പലിന്റെ മധ്യഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കപ്പൽ ലോകത്തിൽ ഒരിടത്തും ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത കപ്പൽ പ്രദക്ഷിണത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ ത്രിയേക ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം.